ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന കലാപത്തിന്റെ കനൽ ഒരു തരി പോലും കെടാതെ തന്നെ വലിയ രീതിയിൽ രൂക്ഷമായി മാറുകയാണ്. ഈ സാഹചര്യത്തിൽ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസിന്റെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അദ്ദേഹമാകട്ടെ ഇപ്പോൾ കയ്യും കെട്ടി അവിടെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതോടുകൂടി തന്നെ യൂനസിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും അരങ്ങേറി. ഇപ്പോൾ യൂനസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ് ഖാലിയ നയിക്കുന്ന BNPയിലെ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന അമീർ മുഹമ്മദ് ചൗധരി. യൂനസ് സർക്കാരിനെ ഏറെ പിന്തുണയ്ക്കുന്ന പാർട്ടി കൂടിയാണ് BNP. ആയതിനാൽ തന്നെ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നേതാവിന്റെ ഇത്തരം ഒരു വിമർശനം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് അതിനെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. മുഹമ്മദ് യൂനസിന് സമാധാനത്തിന് തന്നെയാണോ നൊബേൽ സമ്മാനം കിട്ടിയതെന്നും സ്വന്തം നാട്ടിലെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ പോലും യൂനസിന് കഴിവില്ലേ എന്നതാണ് ഇപ്പോൾ തുറന്നടിച്ചുകൊണ്ട് BNP ചോദിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുഹമ്മദ് ചൗധരി ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് വലിയ രീതിയിലുള്ള പ്രാധാന്യമായി തന്നെ കണക്കാക്കപ്പെടുകയാണ്. യൂനസിന്റെ ഇടക്കാല സർക്കാർ ക്രമസമാധാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും രാജ്യം വെറും ഒരു ജനക്കൂട്ടമായി മാറുകയാണ് എന്നും മുതിർന്ന BNP നേതാവ് ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹമാകട്ടെ ഒരു അഭിമുഖത്തിൽ നൽകിയ വലിയ രീതിയിലുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നൽകിയിരിക്കുന്നത്. മാത്രമല്ല രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളിലും തീവെപ്പിലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രചരണത്തെയും ഇന്ത്യൻ മിഷണറികളെ ലക്ഷ്യം വെച്ചുള്ള ജനക്കൂട്ട ആക്രമണങ്ങളെയും അദ്ദേഹം ഇവിടെ അപലപിക്കുകയും ചെയ്തു. ചാട്ടോഗ്രാമിലെ ഇന്ത്യൻ അസോസിയേറ്റ് ഹൈക്കമ്മീഷനെതിരെ നടന്ന കല്ലേറിനെ കുറിച്ചും ചൗധരി തന്റെ ആശങ്ക ഇവിടെ പങ്കുവച്ചിരിക്കുകയാണ്. ഖലിദാസിയയുടെ സർക്കാരിൽ വാണിജ്യ മന്ത്രിയായിരുന്ന അമീർ ആകട്ടെ യൂനസ് ഭരണകൂടം പരാജയപ്പെടുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഫെബ്രുവരി 12 ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ ആൾക്കൂട്ട അക്രമവും അവിടെ അനിയന്ത്രിതമായ പ്രതിഷേധങ്ങളും ഒരു ഉപകരണമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നതായി തന്നെ അദ്ദേഹം പറഞ്ഞു. കൂടാതെ തന്നെ നയതന്ത്ര ദൗത്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ലോകമെമ്പാടും അപകടകരമായ സൂചനയാണ് നൽകുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇവ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഭയവും കുഴപ്പവും സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനും ജനാധിപത്യ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്തുവാനുമുള്ള മനഃപൂർവമായ ശ്രമമാണിതെന്ന് തോന്നുന്നതായും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിനോട് BNP അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അനുകൂലമായ ഒരു അഭിപ്രായമല്ല പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ അത് നടക്കണമെന്ന് BNP ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പ്രസ്താവന നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ജനങ്ങൾ ആവേശഭരിതരാണ് എന്നും വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് അദ്ദേഹം ഈ ഒരു കലാപം അവിടെ അരങ്ങേറുന്ന സാഹചര്യത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് പുറമെ തന്നെ സ്ഥാനാർത്ഥികളും അവരവരുടെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു അഭിപ്രായം. അതേസമയം കഴിഞ്ഞയാഴ്ചയാണ് ധക്കയിൽ യുവ തീവ്രവാദി നേതാവായ ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണം സംഭവിച്ചത്. മരണശേഷം ബംഗ്ലാദേശിലാകെ വ്യാപകമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇതിൽ നടുങ്ങിയിരിക്കുകയാണ് അവിടുത്തെ രാജ്യം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഓഫീസുകൾ, അതേപോലെ തന്നെ ആലോ, ഡെയിലി സ്റ്റാർ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ മിഷനുകൾ എന്നിവയടക്കം ജനക്കൂട്ടം ആക്രമിക്കുകയും തീയിട്ട് അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇത്തരത്തിൽ യൂനസിനെതിരെ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ നേതാവ് BNP നേതാവ് മുതിർന്ന BNP നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.